ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പടക്കങ്ങൾ വാങ്ങാൻ പോവാണ്. പടക്കങ്ങൾ വിഷു സ്പെഷ്യൽ പടക്കം വാങ്ങിക്കാൻ പോകും. രണ്ടാമത്തെ ഹൗസിലെ പടക്കമുണ്ട്. ഓക്കെ, പിന്നെ കോങ്ങാട് ഹൗസിലെ പടക്കം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വരുമ്പോഴത്തേക്കും ഇവിടെ കുറെ എണ്ണം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഒരു ഐഡിയ. ടീക്കുട്ടി വില കണ്ടിട്ടുണ്ടോ? ഇതിൽ ഈ ഒരു സാധനം നോക്കിയടാ, ഇതൊന്ന് ഓപ്പൺ ചെയ്ത് തരുമോ ചേച്ചി? ഒന്ന് നോക്കാൻ. തുറന്നിട്ടുണ്ടോ? ഒന്ന് തുറന്ന ഒരു കുരങ്ങന്റെ സാധനം കേട്ടോ. അടിപൊളി. ഇത് മേലോട്ട് പോകുന്നതാണോ? എങ്ങനെ പറഞ്ഞോളൂ. നമ്മൾ കൈ പിടിക്കണോ അതോ കുത്തി വെക്കണോ? ഇതുണ്ടോ? എവിടെ നോക്കട്ടെ. എവിടെ? ഓക്കെ, കയ്യിൽ വെച്ച് കൊളുത്താവോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊരെണ്ണം എടുത്ത് വെക്കാം അല്ലേ ടിയ? ഗൈസ്, അപ്പം നമ്മൾ ഇതൊരെണ്ണം കുട്ടികൾക്കുള്ളതാണ് കേട്ടോ. ഭയങ്കര സേഫ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതൊരെണ്ണം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇത് മാറ്റി വെച്ചോളൂ ചേച്ചി. ഓക്കെ, നെക്സ്റ്റ് ഇതെന്താ സാധനം? മത്താപ്പാണോ? സ്പെഷ്യൽ മത്താപ്പാണോ? എല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ചു തന്നോളൂ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ ടീ ഓപ്പൺ ചെയ്ത് കാണാൻ. ഇതെടുക്കാം. ഇത് നോക്കി. ഇനിയിപ്പോൾ ബോയ്സിന് ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, കുഞ്ഞു മക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് അതൊരു വെറൈറ്റി സാധനം കേട്ടോ. ബോയ്സിന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്, ഇത് പിന്നെ ഗേൾസിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു സംഭവം. രണ്ട് തന്നെ. ഇതിൽ ഏത് വേണം? ആദ്യക്കുട്ടിൻ്റെ ചോയ്സ്. ഏത് വേണം? ഏത് വേണടാ? ഏതെടുക്കണ്ടേ? ഇതെടുക്കട്ടെ? വേണ്ട ഗൈസ്, ഇത് മതി. അപ്പോൾ ഇതൊരെണ്ണം എടുത്തോളൂ. ഓക്കെ, അടുത്തത് നമുക്ക് ഇതെന്താ? കമ്പിത്തിരി അല്ലേ? നോക്കട്ടെ, ഓപ്പൺ ചെയ്ത്. നല്ല ഭംഗി ഉണ്ടല്ലോ ടിയ, സെറ്റോടെ. കല്ല് കമ്പിത്തിരിയാണോ? ഓക്കെ, ഇപ്പോൾ പുതിയ പാക്കറ്റിൽ ഓപ്പൺ ചെയ്യണ്ട. കല്ല് കമ്പിത്തിരി ഒരു പാക്കറ്റ് എടുത്തോളൂ. മതിയാവും. ഒരു 1 year ബിഫോർ ഇതൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് വെള്ളത്തിലിട്ടാലും ഇത് കത്തും. ഇതിന്റെ ഒരു 2 പീസായിട്ട് ഉണ്ടാവില്ലേ? അതോ ഒരു സെറ്റാണോ? ഇതിന് ചെറുതാണോ അത്? അല്ല, ഇത് രണ്ടും സെയിം അല്ലേ? അപ്പൊ ഇതൊരെണ്ണം ഇതെടുക്കാം. വെള്ളത്തിലിട്ടാൽ കത്തുന്ന കമ്പിത്തിരി, അത് അടിപൊളിയായിരിക്കും. ഓക്കെ, അടുത്തത് ഇത് ടച്ച് മീ ഫോൾസ്. ഇതെന്താ സാധനം? കത്തിച്ചിട്ട് നമ്മുടെ കൈ ഇങ്ങനെ വെച്ചാലും ഒന്നും ആവില്ല. തീ തട്ടിയാലും ഒന്നും ആവില്ല. തീയോ? അതായത് തീ തട്ടിയാൽ ഒന്നും ആവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആ തീ വേദനിക്കില്ലേ? നമ്മളിത് ഇങ്ങനെ ഷവർ വരും, ഇങ്ങനെ വരും. ഓക്കെ, നമ്മളിങ്ങനെ കത്തിക്കണ്ട. ഇതപ്പോ ഓക്കെ, കത്തിക്കണം. ഓക്കെ, രണ്ടെണ്ണം ഗൈസ്. അപ്പോൾ നമ്മൾ ഇതൊരു വെറൈറ്റി സാധനം നമ്മൾ വേല സ്പെഷ്യൽ അൺബോക്സ് ചെയ്യുന്നതാണ് കേട്ടോ. അത് കറക്റ്റായി കാണിച്ചു തരാം. ടച്ച് മീ ഫോൾസ്. അടിപൊളിയായിട്ടുണ്ടാവുമല്ലോ ടിയ. ഇതും ടീ കുട്ടിയുടെ സ്പെഷ്യൽ ഓറഞ്ച് എടുത്തോട്ടെ. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതാ? പാൻറ് എടുക്കാട്ടോ, അതെടുക്കാം ഗൈസ്. ഇവിടെ മൊത്തം വെറൈറ്റി സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മുടെ പാലക്കാടും നെന്മാറയിലുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് വന്ന് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അമേസിങ് കളക്ഷൻസ് ഉണ്ട്. ഓ മൈ ഗോഡ്, ദിസ് ഈസ് ഓസം. അപ്പോൾ ഇതെടുത്തേ? 2 ഫ്ലേവർ എടുത്തിട്ടുണ്ട്. ഇത് കഴിക്കാനാണോ? ഓക്കെ, അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു 2 സാധനങ്ങൾ പറഞ്ഞ സംഭവം. ഇതും വെള്ളത്തിലിട്ടാലും മറ്റേ കത്തിക്കൊണ്ടിരിക്കും. പിന്നെ ഈ ഓക്കെ ഫൈൻ. പിന്നെ ഇതൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലോട്ട് വന്നാലും നമ്മൾ കൈ തൊട്ടാലും അത് ഓപ്പൺ ചെയ്യണം. അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പം തന്നെ സർപ്രൈസ്, അടിപൊളിയാട്ടോ. പിന്നെ ഈ ഒരു സാധനം ഡാഡി ഇതിൽ കത്തിച്ചു കഴിഞ്ഞിട്ട് ആ തീയിൽ കയ്യിൽ വെക്കണം, ഒന്നും ആവില്ല. സോ ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഡാഡി. ഓക്കെ, പരീക്ഷണങ്ങൾ ഡാഡിയും വീട്ടിൽ പൊന്നി ചേച്ചിയും തങ്കു ചേച്ചിയും ഉണ്ട്. അവരാണ് അതിന്റെ പരീക്ഷണിക്കുന്നത്. ഒരു കളറാണോ വരുന്നത്? ഓക്കെ, കളർ വരുന്നത് ഒരെണ്ണം എടുത്താൽ മതി. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ മാസ്റ്റർ പീസാണ്. ഗിഫ്റ്റ് സെറ്റ് ആണെന്നാണ് പറയുന്നത് അല്ലേ? ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് ബോക്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ 35 ഐറ്റംസിന് ഇതിന്റെ റേറ്റ് എന്ത് വരുന്നതാണ് ചേട്ടാ? 500 സംതിങ്. ഇവിടെ രണ്ട് ഗിഫ്റ്റ് ബോക്സ് ഉണ്ട് കേട്ടോ. ഒന്ന് ഇത് 50 പീസ് ഉള്ളതും, ഇത് പറഞ്ഞത് ഇത് എത്ര പീസാ ചേച്ചി? 35 പീസ് ഉള്ളത് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഒരു 500 to 1000 ഉള്ളിൽ വരുന്നതാണ്. കറക്റ്റ് റേറ്റ് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ചോദിച്ചാൽ മതി. ടീ കുട്ടിനെ കണ്ടില്ല? ടീക്കുട്ടിയുടെ ഓക്കെ. അപ്പോൾ ആ ഗിഫ്റ്റ് ബോക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഞാൻ ഒരു ആദ്യമായിട്ട് കാണും. ഇത്രയും നീറ്റായിട്ട് പാക്ക് ചെയ്തിട്ട് എന്തെല്ലാം ഉള്ള സാധനങ്ങൾ. ഒരു മിനിറ്റ്,
എന്തെല്ലാം ഓക്കെ. ഈ 50 എണ്ണത്തിനുള്ളതിന് 1200, മറ്റേത് 500 കേട്ടോ. അപ്പോൾ ഇതിപ്പം എവിടെയാ ഉള്ള ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്ക് ഇത് ഒരെണ്ണം എടുക്കാം അല്ലേ, 500 റുപ്പീസിൻ്റെ കേട്ടോ. കത്തിച്ച് തീരില്ല മുത്തേ ഗൈസ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് എടുത്തിട്ട് ഇത് അൺബോക്സും ചെയ്യാം കേട്ടോ പെട്ടെന്ന്. ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട്, നമ്മുടെ റെപ്പിൻസലാണ്. അപ്പോൾ റെപ്പിൻസലിൻ്റെ കൂട്ടത്തിൽ ഇത്രയും സാധനങ്ങളുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അതൊന്നും എടുക്കാമല്ലോ മുത്തേ. അതെടുത്താൽ മതിയോ? ഉറപ്പാണോ? എന്നെ ഹെൽപ്പ് ചെയ്യണം. ശരി ഗൈസ്, പൊന്നു ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് മാറ്റിക്കോളൂ, അതെടുത്തോളൂ. അല്ല ഇതിൻ്റെ അതുമില്ലേ ടീ കുട്ടിക്ക് ആ പിക്ചർ കാണാത്തത് കൊണ്ടാണ് അവൾക്ക് സംശയമായത്. മനസ്സിലായോ? ഇതില് പിക്ചർ ഇല്ല. ഇതിൽ പിക്ചർ ഇല്ല. പിക്ചർ ഉള്ളതാ. യെസ്, അങ്ങനെ കാണിച്ചു തരണ്ടേ ചേട്ടാ. നമ്മള് കളറുള്ളതാട്ടി ഗൈസ്. അപ്പൊ ഞങ്ങൾ അടിപൊളിയായിട്ട് ഒരു സാധനം അൺബോക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. എവിടെ നോക്കട്ടെ ടിയാ, ഇത്രയും ഐറ്റമാണ്. അപ്പൊ നമ്മുടെ അതിലുള്ളത് ഇതിൽ വിത്ത് എന്താ പറയുക ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റെഡിയാണോടാ? ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പൂക്കൂറ്റികളുണ്ട് കേട്ടോ. കൈമാറ്റി നോക്കട്ടെ, എന്തൊരു വലുപ്പമാടാട്ടിയ. സൂപ്പറായില്ലേ? ഇത് ഇതിൻ്റെ വലുപ്പമുള്ളതാണ്, ഇത് ഇതിൻ്റെ ചെറുപ്പമുള്ളത്. ഇത് പിന്നെ നമ്മളെല്ലാവരും കോമൺ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് പൂക്കൂറ്റികൾ കുറച്ച് കുറവാണെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ ചേട്ടൻ്റെ അടിപൊളിയായിട്ട് പൂക്കുറ്റികളുടെ ഇതെന്താണ്, ബലൂൺ പോലെ വരുമോ? അല്ല, ഇത് കളർ എവിടെ ടീയോ വേറെ ഇത് ഈ ടൈപ്പ് വരുന്നതാണ് അല്ലേ? പക്ഷെ ഇത്രയില്ല ടീയോ, നിനക്ക് പറ്റില്ലടാ ഇത്രയും. നമ്മളിത് ഈ ഒരു പൂക്കുറ്റി എടുത്തിട്ടുണ്ട്. ഇത് എല്ലാ കളേഴ്സും കൂടി വരുന്ന ഒരു സാധനമാണ്. ഓക്കെ, പിന്നെ ഇത് വേണ്ട, ഇത് നമ്മൾ എല്ലാത്തിലും കണ്ടതാണ്. ഇവിടെ ഇതുപോലത്തെ കുറേ ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. എവിടെയെന്ന് പറയുമോ ഞാൻ കണ്ടത്? ഇത് കണ്ടോ, ഈ ഒരു ബോട്ടിൽ സെക്ഷൻ മുഴുവൻ സംഭവം ഇതുണ്ട് കേട്ടോ. പിന്നെ ദേ ഇവിടെ മുഴുവൻ ഞാൻ പറഞ്ഞ സാധനം ഉണ്ട്. നമ്മൾ തീ ഇതാക്കി കഴിഞ്ഞിട്ട് അതിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒന്നും ആവില്ല എന്നാണ് പറയുന്നത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഫ്ലാഷ്, ഇത് എപ്പോഴും നമ്മൾ വാങ്ങുന്നതാണ് അല്ലേ ടിയ? നിന്റെ കിറ്റ്കാറ്റാടാ. ഓക്കെ, അതെടുത്തോ. എന്താ ഇതെന്താ സാധനം ചേട്ടാ? വലിയ കമ്പിത്തിരിയാണോ? നോക്കട്ടെ ടിയോ, 2-3 എടുത്തേ. ഒന്നും കൂടി എടുത്തേ. വലുത് ഗൈസ്, നമ്മുടെ വലിയ 2 കമ്പിത്തിരികളുണ്ട് കേട്ടോ. ഒന്ന് ചെറുതും, അതാണോ വലുത്? നോക്കട്ടെ, ഇങ്ങനെ പിടിച്ചേ ഗൈസ്. വലിയ കമ്പിത്തിരിയാണ്. അപ്പം അത് ഒരെണ്ണം നമ്മൾ എടുക്കുന്നുണ്ട്, എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ടീക്കുട്ടി ഇത്രയും വലിയ കമ്പിത്തിരിയൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം അത് ഒരെണ്ണം നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ ചെറുതും ഉണ്ട് കേട്ടോ. കാണിച്ചേടാ പൊന്ന, അതിൻ്റെ എല്ലാം കാണിച്ചേ ഗൈസ്. ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പാലക്കാടും അതുപോലെ തന്നെ നെന്മാറ ആ സ്ഥലങ്ങളുള്ളവർക്കൊക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കൊല്ലങ്കോട് എന്ന് പറയുന്നത്. കമ്പിത്തിരി പോലെ ആയിരിക്കും അല്ലേ? കുട്ടികൾക്ക് സേഫ് ആണോ അല്ലേ? കുഞ്ഞു മക്കൾക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റും അല്ലേ? അതികുട്ടന് പറ്റുന്നതാ. ഇത് യൂസ് ചെയ്യില്ലേ പ്ലീസ്? ഒരെണ്ണം ഓക്കെ ഗൈസ്. യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഏതാ പടക്കമാണോ അത്? കുഞ്ഞു സിംഗിൾ പീസ് വേണ്ട. ഓക്കെ, സിംഗിൾ പീസ് വേണ്ട. നമുക്ക് ഇങ്ങനെ ഈ മറ്റേതുണ്ടോ ഇതുപോലുള്ളൊരു ചെറിയ പാക്കറ്റ് ചെയ്യാം. ഇതിൽ എങ്ങനെയാണ് ചേച്ചി ഉണ്ടാവുന്നത്? എത്ര? അയ്യോ, 300 ഒന്നും വേണ്ട. ഒരു പ്രത്യേക തരം സാധനം കാണിച്ചു തരാം. ആദ്യമായിട്ടാട്ടോ ഈ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടിയത് ടിയ. സൂപ്പർ ആയില്ലടാ. ഇതെങ്ങനെയാവുന്ന ഒരു ഐഡിയ ഇല്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് എടുത്തത് ചാട്ട 2 പെട്ടി വേണം, 2-3. കാരണം അതാണ് നമുക്ക് വേണ്ടത്. ഇതൊരു സാധനം വെറൈറ്റി സാധനമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഷോർട്ടിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അൺബോക്സ് ചെയ്ത് തന്നിട്ടുണ്ടാവും. ഇത് നമ്മൾ പൊട്ടിക്കുമ്പോഴത്തേക്ക് പൈസ താഴോട്ട് വരും. റിയൽ പൈസയാണോ ചോദിച്ചാൽ ടിയ റിയൽ ആയിരിക്കുന്ന വിചാരിക്കണേ അല്ലേ ടിയ? അയ്യടാ, നിനക്ക് റിയൽ തരണു. പിന്നെ ഇല്ല, ഇത് ചാട്ട. ഒരു ടീ കുട്ടി ഏതൊക്കെ കളർ കമ്പിത്തിരി കണ്ടിട്ടുണ്ട്?
പിങ്ക് കണ്ടിട്ടുണ്ടോ നീ? അല്ല, ഏതൊക്കെ കമ്പിത്തിരി കണ്ടിട്ടുണ്ട്? ഗ്രീനും റെഡും ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, നമ്മൾ കാണാൻ പോകുന്നത് പിങ്കും പിന്നെ അതുപോലെ തന്നെ പർപ്പിളും കമ്പിത്തിരിയാണ് കേട്ടോ. നമ്മളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓറഞ്ച് ഉണ്ട് ഗൈസ്, ഇത് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ 3 കളേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. ഏതൊക്കെയാ? പിങ്ക്, ഓറഞ്ച്, പിന്നെ ഏതാ? പർപ്പിൾ. അങ്ങനെ 3 കളർ. ബ്ലൂ ഉണ്ടോ? നമ്മൾ ഗ്രീനും മറ്റേ എന്താ പറയാ യെല്ലോ സ്പാർക്കിളൊക്കെ കണ്ടിട്ടുള്ളൂ. ഈ ആദ്യമായിട്ടാണ് ഈ പിങ്ക് കളർ ഒന്ന് നോക്കാൻ പോണേ. റെഡ്. ഇതെന്താ ബട്ടർഫ്ലൈ ഊട്ടിയോ? ഇതെന്താടാ? മത്താപ്പ വേണ്ട. ഇതേ അദ്ദിക്കുട്ടൻ ഓരോന്നായിട്ട് എടുത്തിട്ട് വരികയാണ്. എന്നിട്ട് കൊളുത്തോ? ആ ഗൈസ്, ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് 4 പുതിയ ഐറ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാടുകളിലൊക്കെ ഇത് എത്തിയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് തോന്നുന്നു എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഞാനിത് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം 4 കളേഴ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ വിഷ്ണു ചക്രം, പലതരം കളേഴ്സ് ഉള്ള വിഷ്ണു ചക്രം ഉണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, പിന്നെ വേറെ ഏതാ നമ്മൾ അവിടെ നിന്ന് എടുത്തേ? നമ്മുടെ നമ്മുടെ സംഭവം അദ്വിക്കിന് വേണമെന്നുണ്ട്. അതിൽ കൂടെ അത് എടുക്കട്ടെടാ. കണ്ടോ ഗൈസ്, അവൻ അതിനൊരു ഇഷ്ടമില്ല. എന്നാ പിന്നെ ഒരു 2 ഹോട്ട് വീൽസ് വാങ്ങിച്ചു തരട്ടെ? പറക്കണല്ല, റിയൽ ഹോട്ട് വീൽസ് വാങ്ങിച്ചു തരട്ടെ എന്നാ? അത് ഓക്കെയാണ്. എൻ്റെ ഹോട്ട് വീൽസിന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കാണ്. എന്നാ പടക്കം പൊട്ടിക്കാം. ശരി ഗൈസ്. ഓക്കെ ഫൈൻ, അതെടുത്തു. ഓക്കെ, ഹോട്ട് വീൽ വാങ്ങിച്ചു തരാം കേട്ടോ. തനി കേടനാണേ. ഓക്കെ, അടുത്തത് നമ്മുടെ മങ്കി. ടീക്കുട്ടി, നിന്റെ മറ്റേതിൽ തോക്ക് പൊട്ടിച്ചതിൻ്റെത് ഓർമ്മയുണ്ടോ? ഇത് തോക്കല്ലേ? തോക്കല്ല ടീയ, അങ്ങനെ പറയരുത് കേട്ടോ. തോക്കല്ല. അല്ല, വെയിറ്റ് നോക്കട്ടെ. വെയിറ്റ്, തോക്കൊന്നല്ല. ഓരോരോ വെറൈറ്റി സാധനങ്ങൾ. ഓക്കെ, നോക്കിയേ ടീയ, എവിടെ പിടിക്കണം? 2 സൈഡും ആണോ? അത് പെൻസിൽ പോലെ തന്നെയാണ്. ഓക്കെ, ഇങ്ങനെ പിടിക്കാം. ഒരു മിനിറ്റ്, ടീ കുട്ടി ഇങ്ങനെ പിടിച്ചേ. ഓക്കെ, അങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ മനസ്സിലായോ? താഴെയിട്ട് അതൊരെണ്ണം എടുത്തോളൂ ഗൈസ്. ഇത് വെറൈറ്റി എന്ന് പറഞ്ഞ 1.5 വെറൈറ്റി ആട്ടോ, ഒരു രക്ഷയില്ല. നന്നായിട്ടുണ്ട്. ജെംസ് വേണോടാ? ജെംസ് വേണോ? എന്നാ ഇതേ എടുത്തോ. മൊത്തം ജെംസ് മുഴുവൻ പൊട്ടി. എന്താ? അതോ അദ്വിക്കിന്റെ ഫോട്ടോ? അതേലോ. ഇതെന്താ സാധനം? ഡയറി മിൽക്ക്. നമ്മുടെ 120 ഷോട്ടാണ്. മേലോട്ട് പോയിട്ട് ചെയ്യുന്ന ഷോട്ടാണ് അല്ലേ? 120 നമുക്ക് വേണ്ടപ്പോ. ഇത് റേറ്റ് എങ്ങനെ വരും? ഇത്തിരി വലിയ ആൾക്കാർ വല്ല വേലയ്ക്കോ വല്ലതൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിന്റെ റേറ്റ് എന്ത് വരും? 120 ഷോട്ടിന്റെ റേറ്റ് എത്ര വരും? 1000. ഓക്കെ, 1700 ഉള്ളിലൊക്കെ വരും. അയ്യോ, നമുക്ക് അത്രയൊന്നും പൊട്ടിക്കാൻ പറ്റില്ല ടീയ. ആകെ പൊട്ടിക്കുന്ന ആളാണിത്. ഇത് പൊന്നു ചേച്ചിയും തങ്കു ചേച്ചിയും വിചാരിച്ച് മാത്രം അമ്മ എടുക്കുന്നതാ കേട്ടോ അതെല്ലാം. ഇതെന്താ സാധനം? ഈ ഒരു ഇത് ജെംസ് എനിക്ക് തോന്നുന്നു മറ്റേത് മോളിൽ പോയി പൊട്ടുന്നതാണോ? ഓക്കെ, ഇതെന്താ സാധനം? താഴെ കയറും. ജെംസിന്റെ കുഞ്ഞതുണ്ടോ ചേട്ടാ? കുഞ്ഞതില്ല അല്ലേ? ഒരു സെക്കൻഡ് നോക്കട്ടെ. അതെടുത്തു. അത് ഞാൻ എടുത്തു. ഇത് എവിടെ കൊളുത്തി വിടണം? ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതൊരെണ്ണം എടുത്തോളൂ ഗൈസ്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നേ. അത് വേണ്ട, അത് പൂത്തിരി അല്ലേ? പൂത്തിരി സാധനാടാ. ഓക്കെ, ഫൈൻ. ആ ജെംസിന്റെ ചെറുതേതാ? ഇത് ഓക്കെ മതി, ഒരെണ്ണം മതി. ഇതിലേക്ക് മാത്രം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കട്ടെ ഷോട്ട്.
യെസ് ഷോട്ട് റെഡിയോ? Yes. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മൾ എടുത്ത സംഭവങ്ങൾ എവിടെ നിന്നാണ്? വലിയ ഷോട്ട് എവിടെ? അയ്യോ അത് വേണോ? ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തത് ഇതല്ല, ഇത് എടുത്തിട്ടില്ലല്ലോ. ഇല്ലില്ല, നമ്മൾ എടുത്ത സംഭവങ്ങൾ ഇത് ഇത്രയുമാണ്. അത് മാറ്റി വെച്ചു. ഓക്കെ, ഇത്രയുമാണ് കേട്ടോ നമ്മൾ സംഭവങ്ങൾ എടുത്തത്. അത് മൊത്തം വെറൈറ്റിയാണ്, നമ്മളൊന്നും കാണാത്ത സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്താണ് നോക്കാലടാ? അടാറ് സാധനം നമ്മൾ കാണിച്ചു തരാം. ഇവിടെ ഒരാൾ ഇങ്ങനെ ഒരു പേടിയുള്ള ഒരു അടാറ് സംഭവം നമ്മൾ കാണിച്ചു തരാം. ഇത് എന്താ ഷോട്ടാണോ ചേട്ടാ? സിംഗിൾ ഷോട്ട്. ഒറ്റ ഷോട്ടിൽ എത്ര എണ്ണം പൊട്ടും? ഒറ്റ ഷോട്ട് ഓക്കെ, ഒറ്റ കുറ്റിയാണ്. ഒറ്റ സംഭവമാണ് ഗൈസ്. നമ്മുടെ ഏറ്റവും വലിയൊരു ഷോട്ടാണ്. ചേട്ടാ ഒന്ന് മാറോ? ഒന്ന് മാറി തരുമോ? ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും വലിയൊരു ഷോട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ വരും നമുക്കൊന്നും അത്ര അറിയില്ല. ഇതിൻ്റെ റേറ്റ് എന്താ വരിക ചേട്ടാ? റേറ്റ് നമുക്ക് ഇവിടുത്തെ ഓണർ വന്നാലേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും വന്നിട്ട് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഇത് ഇത്രയും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ടീ കുട്ടിയുടെ എത്ര വലുത് അവിടെ നിന്നേടാ മുന്നേ. നമ്മളിത് ഏകദേശം എല്ലാം നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഇതും ഓപ്പൺ ചെയ്യാൻ അങ്ങ് കൊതിയായിട്ട് വയ്യ. ടിയ, നിനക്ക് ഏതാണ് ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത്? ടിയ, ഏതാ ഓപ്പൺ ചെയ്യേണ്ടത്? അതാണോ? പൈസ ഇടല്ലേ? അത് നമുക്ക് നാളെ തന്നെ ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ഓടി വന്നത് വാങ്ങിച്ചോളൂ. ഇനി തീർന്നു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതാണ്? അതിൽ 2 എണ്ണം ഉണ്ട് മുത്തേ, 2 എണ്ണം ഉണ്ട്, 2 പീസ് ഉണ്ട്. ഓക്കെ, 2 എണ്ണം ഉണ്ട്. ഓക്കെ, 2 നോട്ട് ഇട്ട് വരും ഗൈസ്. അപ്പം നമ്മളിത് ഓരോന്നോരോന്നായി നമ്മുടെ ബോക്സിലോട്ട് ഇടാൻ പോവാണ്. ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും PM ക്രാക്കേഴ്സ് എന്നാണ് അവിടെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എൻക്വയർ ചെയ്യാം ഗായ്സ്. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പർപ്പിൾ ഉണ്ട് ഗായ്സ്, പർപ്പിൾ റെയിൻ ഉണ്ട്. അപ്പൊ ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ കാണാം. ബൈ ബൈ.